ശരി, ശ്രീ രാജഗോപാൽ നായർ, ഇപ്പൊ അങ്ങ് തന്നെ നേരത്തെ പറഞ്ഞ പോലെ സ്വയംഭരണാധികാരമുണ്ട്, ശരി. പക്ഷെ ആ സ്വയംഭരണാധികാരം ഉണ്ടാകുമ്പോഴും ഒരു ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് അല്ലെങ്കിൽ ഒരു ദേവസ്വം ബോർഡിന് അല്ലെങ്കിൽ അവിടുത്തെ കുറച്ച് ഉദ്യോഗസ്ഥർക്ക് മാത്രമായി എന്തും ചെയ്യാം എന്നല്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ നിയമനവും ആ രീതിക്ക് വരണം. അല്ല, കുറേയധികം തെറ്റിദ്ധാരണ നമുക്കൊക്കെ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. TCHRA ആക്ട് വായിച്ച് മനസ്സിലാക്കിയിട്ട് വേണം കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ. TCHRA ആക്ട് ഈ കേരളത്തിലെയോ ഇന്ത്യയിലെയോ നിയമങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ്. കാരണം ആ ആക്ട് പ്രകാരം വരുന്ന ഭരണസമിതി അത് ഗവൺമെൻറ് അപ്പോയിൻ്റ് ചെയ്യുന്നതല്ല. കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിൻ്റെ ഹിന്ദു മന്ത്രിമാർ നോമിനേറ്റ് ചെയ്യുന്നത്, അസംബ്ലിയിൽ ഹിന്ദു MLA മാർ നോമിനേറ്റ് ചെയ്യുന്നത്. എന്തുകൊണ്ട് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് തീരുമാനമെടുത്ത് അപ്പോയിൻ്റ് ചെയ്യുന്നില്ല? അപ്പോൾ കൺസെപ്റ്റ് വേറെയാണ്. അതനുസരിച്ചാണെങ്കിൽ അതിൽ കേരള ഹൈക്കോടതിയിലാണ് ദേവസ്വം ബോർഡിൻ്റെ ഓഡിറ്റ് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നത്. ഓഡിറ്റേഴ്സിനെ അപ്പോയിൻ്റ് ചെയ്യുന്നത് കേരള ഹൈക്കോർട്ടാണ്. വേറെ ഏതെങ്കിലും സ്റ്റാറ്റ്യൂട്ടറി ബോഡിയിൽ അങ്ങനെ ഉണ്ടാവും. അപ്പോൾ ഈ ബോഡി സമ്പൂർണ്ണ സ്വതന്ത്രം എന്ന് പറയാൻ കാര്യം ഒന്നുകൂടെ ഞാൻ സൂചിപ്പിക്കാം. ആദ്യം മന്നത്ത് പത്മനാഭൻ ഒരു കാര്യം അല്ല, ഞാൻ പറഞ്ഞോട്ടെ, നിയമം പറഞ്ഞോട്ടെ. മൂന്ന് അംഗങ്ങളുള്ള ഒരു ബോർഡ് വരുമ്പോൾ ആ മൂന്നംഗങ്ങളിൽ രണ്ടാളുകൾ സ്റ്റേറ്റ് ഗവൺമെന്റ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിൻ്റെയും അസംബ്ലിയുടെയും റെപ്രസെൻറ്റേറ്റീവ്സും മൂന്നാമത്തെ ആൾ രാജാവിൻ്റെ പ്രതിനിധിയാണ്. 1973 വരെ കണ്ടിന്യൂ ചെയ്തത് അങ്ങനെയാണ്. എന്ന് പറഞ്ഞാൽ ദേവസ്വം ബോർഡിൻ്റെ ഒരു ആക്ടിവിറ്റിയും ഗവൺമെൻറ്റിന് റിപ്പോർട്ട് ചെയ്യേണ്ട കാര്യമില്ല. ഒരു കാര്യത്തിനും ഗവൺമെൻറ് സാങ്ഷൻ വാങ്ങിക്കേണ്ട കാര്യമില്ല. ഒരു ലെറ്റർ പോലും ദേവസ്വം മന്ത്രിക്കോ ദേവസ്വം ഡിപ്പാർട്ട്മെൻറ്റിനോ അതിൻ്റെ ഭരണപരമായ കാര്യങ്ങളിൽ ഇടപെട്ട് അയക്കാനുള്ള അധികാരം കൊടുത്തിട്ടില്ല. ഇത് ഒരുപാട് ഡിസിഷൻസ് സാങ്കേതിക പ്രശ്നമുണ്ട്. കോടതിയും കേരള ഹൈക്കോർട്ടും ഇന്റർപ്രറ്റ് ചെയ്ത് വായിച്ച് നോക്കി ഇതൊക്കെ അങ്ങനെ തന്നെയാണ്. ഇത് അല്ല, പൂർണ്ണമായും ഇടപെടലുകൾക്ക് അപ്പുറത്ത് നടപ്പിലാക്കണമെന്ന നിർബന്ധ ബുദ്ധിയോടുകൂടി രൂപപ്പെട്ടതാണ്. പക്ഷെ അങ്ങനെയല്ല അത് നടക്കുന്നത് എന്ന് പറയുന്ന ദൗർഭാഗ്യകരമായ സാഹചര്യം ഉണ്ടല്ലോ എന്നുള്ളത് ചോദിച്ചു എന്നേ ഉള്ളൂ. അതിൽ ഒരു പൊളിറ്റിക്കൽ അഡ്മിനിസ്ട്രേഷന് ബന്ധമുണ്ട് എന്ന രീതിയിൽ ടെസ്റ്റ് ചെയ്ത് ഈ ഇഷ്യൂ ലൈറ്റൻ ചെയ്യേണ്ട കാര്യമില്ല. ഇതിൽ ഞാൻ ഒരു കാര്യം പറയാം. ഒരു ഗവൺമെൻറ്റിനും ഇതിൽ ഇടപെടാനോ ഈ പ്രതികൾ ആയിട്ടുള്ള ആളുകളെ വേണമെങ്കിൽ രക്ഷിക്കാനോ കഴിയില്ല. ഈ കേസിലെ പ്രത്യേകത എന്ന് പറയുന്നത് സാധാരണയുള്ള ആളുകൾ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്ത് മൊഴി കൊടുത്ത് 160 അനുസരിച്ച് റെക്കോർഡ് ചെയ്ത് അങ്ങനെ റെക്കോർഡ് ചെയ്ത് വരുന്ന മൊഴിയുടെ അടിസ്ഥാനത്തിൽ രജിസ്റ്റർ ചെയ്യുന്ന കേസല്ല. ഇവിടെ ഒരു തരുമ്പ് സ്വർണം ശബരിമലയിലോ 1252 ക്ഷേത്രത്തിൽ എവിടെയെങ്കിലോ വന്നിട്ടുണ്ടെങ്കിൽ അത് 4 രജിസ്റ്ററിൽ എൻട്രി വരും. ശരി, ശ്രീ രാജഗോപാലിന്റെ സമയം പൂർണ്ണമായും പൂർത്തിയാവുന്നതുകൊണ്ടാണ്. ഇതേ ഹൈക്കോടതിയാണ് പറഞ്ഞത് ശബരിമലയിലെ സ്വർണത്തിന് കണക്കില്ല എന്ന പരാമർശം കോടതിയുടെ ഭാഗത്തു നിന്നാണ് ഉണ്ടായത്. അങ്ങ് പറയുന്ന എല്ലാ കാര്യങ്ങളെയും ഞാൻ വളരെ ബഹുമാനത്തോടു കൂടി കാണുന്നു. പക്ഷേ ഈ പറയുന്നത് പോലെ ദേവസ്വം ബോർഡ് അംഗങ്ങൾ ആരുടെ നോമിനിയായി വരുന്നതാണ്? ദേവസ്വം ബോർഡ് പ്രസിഡന്റ് N വാസുവിനെ അദ്ദേഹത്തിന്റെ അധികാരം വീണ്ടും നീട്ടിക്കൊടുക്കാൻ സർക്കാർ തീരുമാനിക്കുന്നിടത്ത് അത് കോടതി റദ്ദ് ചെയ്യുന്നിടത്ത് അതിന് പകരം ദേവസ്വം ബോർഡ് പ്രസിഡന്റായി വരികയാണ് തൊട്ടു പിന്നാലെ മാസങ്ങൾക്ക് ശേഷം. അപ്പോൾ അങ്ങ് പറഞ്ഞത് ശരിയാണ്. ഇത് നല്ല രീതിയിൽ സുതാര്യമായി നടപ്പിലാക്കണം എന്നീ സംവിധാനം നിഷ്കർഷ പാലിക്കുന്നുണ്ട്. പക്ഷേ അതിനെ അട്ടിമറിക്കാനുള്ള സാധ്യതകൾ രാഷ്ട്രീയമായി തേടിയതിന്റെ പരിസമാപ്തിയിലാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടായത് എന്നുള്ളതാണ്. എന്തായാലും വരും ദിവസങ്ങളിലും സ്വാഭാവികമായും ഈ നേരത്തെ പറഞ്ഞതുപോലെ അടുത്തതാര് എന്നൊരു ചോദ്യം അവിടെ ബാക്കി നിൽക്കുന്നുണ്ട്.